കൃപാസനം പത്രം ഫെബ്രുവരി 2026 പാർട്ട് 8. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള മിനി ജെയ്സന്റെ സാക്ഷ്യം. മുഴ ഓപ്പറേഷൻ ചെയ്തപ്പോൾ മുഖം കോടിപ്പോയി. 9 മാസം ഒരു മാറ്റവും ഉണ്ടായില്ല. ഉടമ്പടിയിൽ സംഭവിച്ചത്. എൻ്റെ ഭർത്താവിന് 10 വർഷമായി മുഖത്തൊരു മുഴ വന്നു. അത് വലുതായി തുടങ്ങിയപ്പോൾ ഡോക്ടറെ കണ്ട് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത സമയത്ത് കണ്ണിലേക്കുള്ള ഞരമ്പ് കട്ട് ചെയ്തതിനാൽ കണ്ണടയ്ക്കാൻ സാധിക്കാതെ വരികയും കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയും മുഖം ഒരു വശത്തേക്ക് കോടുകയും ചെയ്തു. 9 മാസം കഴിഞ്ഞിട്ടും അതിനൊരു മാറ്റവും ഉണ്ടായില്ല. ഡോക്ടറെ കണ്ടപ്പോൾ ഇനി കണ്ണടയ്ക്കുന്നതിന് വേണ്ടി ഒരു ഓപ്പറേഷൻ കൂടി വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് 3 മാസം തികയും മുമ്പ് ഓപ്പറേഷൻ കൂടാതെ തന്നെ കണ്ണടയ്ക്കാൻ തുടങ്ങുകയും മുഖം കോടിപ്പോയത് നേരെയാവുകയും ചെയ്തു. കൂടാതെ 25 വർഷമായി ഭർത്താവിന് കിഡ്നിയിൽ കല്ലുണ്ടായിരുന്നു. എല്ലാ വർഷവും വേദന വരുമ്പോൾ ഡോക്ടറെ കണ്ട് കല്ല് പൊടിച്ചു കളയുമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഒരു ദിവസം വേദന സഹിക്കാതെ ഡോക്ടറെ കണ്ടപ്പോൾ എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. എക്സ്റേയിലും സ്കാൻ ചെയ്തപ്പോഴും കിഡ്നിയിൽ കല്ല് കാണുന്നില്ല. ഇപ്പോൾ 2 വർഷമായി യാതൊരു കുഴപ്പവുമില്ല. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. കുവൈറ്റിൽ നിന്നുള്ള റിൻസി ജോസഫിന്റെ സാക്ഷ്യം. ഇക്കണോമിക് ക്രൈസിസിന്റെ സമയത്താണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ നടന്ന അത്ഭുതം. കുവൈറ്റിലായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയ ശേഷം ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോന്നു. നാട്ടിലെത്തിയ ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ രീതിയിൽ ഒരു ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടാവുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായി. വീണ്ടും ഒരു ജോലിക്ക് വേണ്ടി കുവൈറ്റിലേക്ക് തിരിച്ചുപോയി. പല ക്ലിനിക്കുകളിലും CV കൊടുത്തെങ്കിലും അവിടെയൊന്നും എനിക്ക് ജോലി ലഭിച്ചില്ല. കാരണം ഞാൻ മുമ്പ് റിസൈൻ ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് NOC കിട്ടിയില്ലായിരുന്നു. ലൈസൻസ് മാറ്റാൻ സാധിക്കില്ലായിരുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് 10 ദിവസത്തിനുള്ളിൽ എനിക്കൊരു ജോലി ലഭിച്ചു. അതിനുശേഷം 2023 ഭർത്താവ് നാട്ടിൽ വരികയും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഫാമിലിയായി ഞങ്ങൾ കുവൈറ്റിൽ താമസിക്കാനും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. പത്തനംതിട്ടയിൽ നിന്നുള്ള മിനിയുടെ സാക്ഷ്യം. പ്രത്യക്ഷീകരണ മാതാവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി ജോസഫച്ചനെ കാണാൻ. ഉടനടി ഉണ്ടായ ദൈവിക ഇടപെടൽ. ഞങ്ങളുടെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് സത്യമല്ലാത്ത കേസായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. 15ാമത്തെ ഉടമ്പടി പുതുക്കി കോടതിയിൽ നിന്ന് വന്ന പേപ്പറുമായി ഞാൻ പ്രത്യക്ഷീകരണ മാതാവിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജോസഫച്ചനെ കാണാൻ എനിക്കൊരു ഉൾപ്രേരണ ഉണ്ടായി. ഞാൻ ടോക്കൺ എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചു തന്ന കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങളുടെ കേസ് പിൻവലിച്ചു. കൂടാതെ ഞങ്ങളുടെ കുറച്ച് സ്ഥലം വഴിക്ക് വേണ്ടി വിട്ടുകൊടുത്തിരുന്നു. ഞങ്ങൾ പറഞ്ഞതിലധികം സ്ഥലം അവർ എടുത്ത് കരിങ്കല്ല് വെച്ച് കെട്ടി. അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയ്ക്ക് ശേഷം വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി അതിന്റെ ആൾക്കാർ വന്നിട്ട് കരിങ്കൽ പൊളിച്ച് ഞങ്ങൾ പറഞ്ഞ സ്ഥലം തന്നെ കെട്ടാമെന്ന് തീരുമാനിച്ചു. ചാലക്കുടിയിൽ നിന്നുള്ള സുബിത സുധീന്ദ്രന്റെ സാക്ഷ്യം. ആക്സിഡന്റിന് ശേഷം ഭർത്താവിന് കാൽ മടക്കി വെക്കാൻ സാധിക്കില്ലായിരുന്നു. കൃപാസനം മാതാവിന്റെ നടയിൽ വെച്ച് നടന്ന അത്ഭുത ദൈവിക ഇടപെടൽ. എൻ്റെ ഭർത്താവിന് ഒരു ആക്സിഡന്റ് ഉണ്ടായ ശേഷം കാൽ മടക്കി വയ്ക്കാനോ നിലത്തിരിക്കാനോ സാധിക്കില്ലായിരുന്നു. കസേരയിൽ ഇരുന്നാലും കാൽ പിടിച്ച് പൊക്കി വയ്ക്കണമായിരുന്നു. ഞാൻ ഭർത്താവിന് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഭർത്താവ് കൂടി എൻ്റെ കൂടെ വരികയും കൃപാസനം മാതാവിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭർത്താവിനൊന്ന് ഇരിക്കണമെന്ന് തോന്നുകയും ചമ്രം മടിഞ്ഞ് നിലത്തിരിക്കാനും സാധിച്ചു. കാൽ ആ നിമിഷം തന്നെ സുഖപ്പെട്ടു. കൂടാതെ എൻ്റെ ബ്രസ്റ്റിൽ തടിപ്പുണ്ടായി മുമ്പ് അത് സർജറി ചെയ്തിരുന്നു. വീണ്ടും അങ്ങനെ വന്നാൽ സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. വീണ്ടും വന്നപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ തടിപ്പ് പിന്നെ ഇതുവരെ വന്നിട്ടില്ല. കണ്ണൂരിൽ നിന്നുള്ള സൂര്യയുടെ സാക്ഷ്യം. വിവാഹം കഴിഞ്ഞ് 13 വർഷങ്ങൾക്ക് ശേഷം ഉടമ്പടി വഴി ഞങ്ങൾക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിച്ചു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 13 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. ഒരുപാട് മരുന്നുകൾ കഴിച്ചെങ്കിലും ഫലമില്ലായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞാൻ പ്രഗ്നന്റ് ആയി. ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞാൻ ഉടമ്പടി കാശ് രൂപമെടുത്ത് നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൂടാതെ എൻ്റെ ഭർത്താവിന് ഒരു അലർജി രോഗമുണ്ടായിരുന്നു. മരുന്നുകളൊന്നും പ്രയോജനപ്പെട്ടില്ല. ഉടമ്പടിയിൽ നിയോഗം വെക്കുകയും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു.
ദുബായിൽ നിന്നുള്ള ഷിയാന്റെ സാക്ഷ്യം. 1 മണിക്കൂർ എടുത്താലും ഒരു വരി ഓർത്തിരിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. ഉടമ്പടി വഴി നോട്ട് ബൈ മെറിറ്റിൽ മാതാവ് എന്നെ എടുത്തുയർത്തി. എനിക്ക് ആസ്മയുടെ അസുഖമുണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ 2-ാം ദിവസം മുതൽ എനിക്ക് ഈ അസുഖം വിട്ടുപോയി. അതുപോലെ തന്നെ +2 പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും പാസ്സായി. ഞാൻ മാത്രം തോറ്റുപോയി. 1 മണിക്കൂർ എടുത്ത് പഠിച്ചാലും ഒരു വരി പോലും ഓർത്തിരിക്കാനുള്ള മെമ്മറി കപ്പാസിറ്റി എനിക്കില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വയ്ക്കുകയും ഉടമ്പടി കാശുരൂപവുമായി പോയി എക്സാം എഴുതുകയും നല്ല മാർക്കോടെ പാസ്സാവുകയും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് ദുബായിൽ നല്ലൊരു ജോലിയും നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ആത്മീയമായി വളരെയധികം മുന്നേറാനും എപ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിനും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കോട്ടയം കടുത്തുരുത്തിയിൽ നിന്നുള്ള രാജേഷ് ജോസഫിന്റെ സാക്ഷ്യം. ഡോക്ടർ പറഞ്ഞത് ഇത് കിഡ്നി ഡിസീസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്നാണ്. കൃപാസനത്തിൽ കാല് കുത്തിയപ്പോൾ തന്നെ നടന്ന അത്ഭുതം. എന്റെ കാലിൽ പെട്ടെന്നൊരു നീര് വരികയും റെഡ്നെസ്സും കാണപ്പെട്ടു. സ്കിൻ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചു, പക്ഷേ കുറഞ്ഞില്ല. പിന്നെ ഒരു ഫിസീഷ്യനെ കണ്ട് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ബ്ലഡിന്റെ അംശം കൂടുതലായിരുന്നു. ഷുഗർ 500-ന് മുകളിലായി. ഒരാഴ്ചത്തെ മരുന്ന് തന്നിട്ട് പെട്ടെന്ന് നെഫ്രോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു. അദ്ദേഹം ടെസ്റ്റുകൾ ചെയ്ത ശേഷം പറഞ്ഞത് ഇത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കിഡ്നി ഡിസീസ് എന്നാണ്. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ 24 hours യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ റിപ്പോർട്ടുമായി ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതിൽ ഒരു പ്രശ്നവും കാണുന്നില്ല എന്നാണ്. എനിക്ക് സൗഖ്യം ലഭിച്ചു. കൂടാതെ എൻ്റെ ഇടത് ചെസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു മുഴയും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മാറിക്കിട്ടി. ഒമാനിൽ നിന്നുള്ള അശ്വതി മെറീനയുടെ സാക്ഷ്യം. തലച്ചോറിൽ തുടർച്ചയായി ഫിറ്റ്സ് വന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടർന്ന കുഞ്ഞിന്റെ ഫോട്ടോയിൽ തൊട്ട് ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ നടന്നത്. എൻ്റെ മകൻ ഒരു പനി വന്ന് ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയതിനാൽ അഡ്മിറ്റ് ആക്കി. അന്ന് രാത്രി കുഞ്ഞ് ഛർദ്ദിക്കുകയും ഫിറ്റ്സ് വരികയും അബോധാവസ്ഥയിലാവുകയും ചെയ്തു. കുഞ്ഞിനെ വെന്റിലേറ്ററിലാക്കി. പിന്നെ അവിടുന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റി. കുഞ്ഞിനെ പഴയതുപോലെ തിരിച്ചു തരുന്ന കാര്യത്തിൽ അവർ ഉറപ്പ് പറഞ്ഞില്ല. എൻ്റെ മമ്മിയും സഹോദരനും കൂടി വെന്റിലേറ്ററിൽ കിടക്കുന്ന എൻ്റെ മകന്റെ ഫോട്ടോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണിക്കുകയും അച്ഛൻ ആ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഉടമ്പടി ആരാധനയിൽ ഓൺലൈനായി പങ്കെടുക്കുമ്പോൾ രോഗസൗഖ്യ ആരാധനയുടെ സമയത്ത് ബ്രെയിനിന് അസുഖമുള്ള വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നതായി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സന്ദേശം പറഞ്ഞു. ഞാനും ഭർത്താവും കൂടി ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അന്ന് തന്നെ മകനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. സൗഖ്യം ലഭിച്ചു. കട്ടപ്പനയിൽ നിന്നുള്ള ബിന്ദുവിന്റെ സാക്ഷ്യം. ആക്സിഡന്റിൽ തലച്ചോർ തകർന്നു. 1% പോലും പ്രതീക്ഷ വേണ്ടെന്ന് പറഞ്ഞു. വെന്റിലേറ്ററിൽ പെരുവിരൽ മുതൽ ഉച്ചവരെ ഉടമ്പടി തൈലം പൂശി. പിന്നെ സംഭവിച്ചത്, എൻ്റെ മകൻ സുഹൃത്തുമായി ബൈക്കിൽ സഞ്ചരിക്കവേ ഒരു കാറുമായി കൂട്ടിയിടിക്കുകയും മകൻ ബൈക്കിൽ നിന്ന് തെറിച്ചുപോയി. തലച്ചോർ വെളിയിൽ ചാടി ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. രക്ഷപ്പെടാൻ 1% പോലും സാധ്യതയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കണ്ണു തുറക്കാതിരുന്നതിനാൽ ലാബിൽ മാറ്റിവെച്ചിരുന്ന സ്കൾ എടുത്ത് വീണ്ടും വെച്ച് പിടിപ്പിച്ചു. ഞരമ്പ് വേറെ സ്ഥലത്ത് നിന്ന് എടുത്ത് വെച്ച് പിടിപ്പിച്ചു. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരുന്ന ഞാൻ മകന്റെ പെരുവിരൽ മുതൽ ഉച്ചി വരെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. മകന്റെ ഫോട്ടോ എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി 15 ദിവസം കഴിഞ്ഞ് മകനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുകയും മകന് പൂർണ്ണ സൗഖ്യം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു.